നവരാത്രിയുടെ 7-ാം ദിവസം, അതായത് നമ്മൾ 2025 ഡിസംബർ 28 ഞായറാഴ്ച ഭജിക്കേണ്ടത് കാളരാത്രി എന്നാണ്. ദേവിയുടെ ഒരു ഉഗ്രരൂപം തന്നെയാണ് ഈ കാളരാത്രി. ആ ദേവിക്ക് ശുഭകരി എന്നുള്ള ഒരു പേരും കൂടിയുണ്ട്. ഈ കാളരാത്രി ഉണ്ടായത് തന്നെ, അതായത് നമ്മുടെ ചാമുണ്ഡി ദേവിയുടെ തിരുനെറ്റിയിൽ നിന്നാണ് ഈ ദേവി ഉണ്ടാകുന്നത്. അതായത് ശുംഭനിശുംഭന്മാരും ഒക്കെ ആയിട്ട് ദേവിമാരെല്ലാവരും കൂടെ യുദ്ധം ചെയ്യുകയാണ്. ആ സമയത്ത് രക്തബീജൻ എന്ന് പറയുന്ന ഒരു അസുരൻ വന്നു. ഈ രക്തബീജൻ, നമ്മളൊരു മുദ്രാവാക്യം കേട്ടിട്ടില്ലേ, ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ചോര വീണാൽ അവിടെ ഉടനെ തന്നെ ഒരു രക്തബീജൻ ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു വരം വാങ്ങിച്ചിട്ടുണ്ട് അദ്ദേഹം. അതുകൊണ്ട് ഒരിക്കലും നിഗ്രഹിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ എങ്ങനെയായാലും ഖഡ്ഗം കൊണ്ട് മുറിയൊക്കെ ചെയ്യുമ്പോൾ ചോര ഇങ്ങനെ വരുമല്ലേ. ഉടനെ തന്നെ നമ്മളുടെ ചണ്ഡികാദേവി പറഞ്ഞു, കാളിയോട് പറഞ്ഞു, ഞാൻ ശുംഭനെയല്ല നമ്മളുടെ രക്തബീജനെ എതിരിട്ടോളാം. നീ ഒരു കാര്യം ചെയ്യണം, ആ രക്തം മുഴുവനും നീ കുടിക്കണം എന്ന് പറഞ്ഞു. പാനം ചെയ്യണം, പാത്രമൊക്കെ കൊടുത്തു. അങ്ങനെ ദേവി ഇങ്ങനെ ഇത് എല്ലാം ഈ രക്തബീജനെ കൊല്ലാനായിട്ടുള്ള എല്ലാം ചെയ്യും. അതായത് ഈ പറഞ്ഞ ഇതൊക്കെ ചെയ്യുകയാണെന്ന് വാളുകൊണ്ടുള്ളത്. അപ്പോഴാ വന്ന രക്തം മുഴുവനും ഉണ്ടല്ലോ, ഈ കാളി അഥവാ നമ്മുടെ കാളരാത്രി കുടിച്ചു. അങ്ങനെ മറ്റേ അമ്മയ്ക്ക്, ദേവിക്ക് ഈ അസുരനെ കൊല്ലാൻ പറ്റി. അപ്പോൾ ഈ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ അസുര നിഗ്രഹമാണല്ലോ. അപ്പോൾ ഘോരരൂപമൊക്കെ ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നുന്ന ഒരു രൂപം തന്നെയാണ്. പക്ഷെ നമ്മളൊട്ടും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അമ്മയുടെ അവതാരോദ്ദേശം ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഭക്തർ അമ്മയുടെ അടിപണിയുകയും, അതായത് അമ്മയുടെ അടുത്ത് അഭയം നേടുകയും നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുകയും ഭജിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും മോചിപ്പിക്കും. ഒന്നും പറയണ്ട. നമ്മൾ ആ ദേവിയെ ഭജിച്ചാൽ മാത്രം മതി. അമ്മയെ രക്ഷിക്കണേ എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മയ്ക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും നമ്മളെ രക്ഷിച്ച് നമുക്ക് നല്ലൊരു ജീവിതം തരും. അതായത് ഈ ശനിദോഷം, അങ്ങനെ ഓരോരോ ദോഷമുണ്ട്, എല്ലാം മാറി നമുക്ക് നല്ലൊരു ജീവിതം തന്നെ നമ്മുടെ അമ്മ തരും.